ഹായ് ഫ്രണ്ട്സ്, ചക്കയുടെ സീസണൊക്കെ തുടങ്ങിയല്ലോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചക്കക്കുരു മസാലയാണ് ചെയ്യുന്നത്. ചോറുണ്ണാൻ ഇത് മാത്രം മതി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഏകദേശം 1 കപ്പോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. രണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വേകുന്നതാണ്. വേകുന്നതനുസരിച്ച് 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർക്കുക. ഇത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം പൊടിച്ച ഗരം മസാലയാണ്. ഒരൽപ്പം ചേർക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് ചേർത്താൽ മതി. ഇത് വളരെ കുറച്ച് ചക്കക്കുരു ഉള്ളൂ. അത് തന്നെയല്ല, പിന്നീട് ചേർക്കുന്നുമുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടയാതെ വേവിച്ചെടുക്കണേ. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ലോണം അമങ്ങി വരുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ചാറിനായിട്ട് യൂസ് ചെയ്യാം. ഇത് ഒരു കടായിൽ 3/4 കപ്പോളം തേങ്ങ തിരുമ്മിയത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തേങ്ങ ബ്രൗൺ ആകാൻ തുടങ്ങുമ്പോഴത്തേന് ഗ്യാസ് അങ്ങ് ലോയിൽ വെക്കണം. ഒരുപാട് അങ്ങ് തീയലിൻ്റെ അളവിലൊന്നും ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ദാ ഈ ഒരു അളവിൽ ബ്രൗൺ ആയാൽ മതിയേ. ഗ്യാസ് അങ്ങ് ലോയിൽ വയ്ക്കുക. ഇനി പൊടി ഐറ്റം ചേർക്കാം. 1 സ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേർപകുതി മുളക് പൊടി ചേർക്കുക. കൂടെ തന്നെ ഒരു 1/2 സ്പൂണോളം പെരുംജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ചെറു തീയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയൊക്കെ മൂക്കുന്നതിൻ്റെ ഒരു മണം വരും. അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഈ പൊടിയൊന്ന് തണുക്കണം. തണുക്കാൻ വേണ്ടി അതേ പാത്രത്തിൽ വെക്കരുത്. പാത്രത്തിന് ചൂടുണ്ട്. വീണ്ടും അത് ബ്രൗൺ ആയിക്കൊണ്ടിരിക്കും. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം ഒന്ന് പൊടിക്കുക. പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേന് വത്തൽമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സവാളയാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് ചക്കക്കുരു ഉള്ളത് കാരണം ചെറിയൊരു സവാളയാണ് ചേർത്തിരിക്കുന്നത്. കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുകയും വേണം. ഇത് സവാള കുറേശ്ശായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സവാള ചേർക്കുമ്പോഴേ കൊത്തിയരിഞ്ഞ ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളിയും ചേർക്കുക. പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ചെറിയൊരു തക്കാളിയാണ് ചേർത്തത്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. തക്കാളിയുടെ ആ തൊലിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. തക്കാളിയൊന്നും ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരളവിന് മതി. ഇനി കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് 1-2 പച്ചമുളകും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ വറുത്ത് വെച്ച തേങ്ങ നല്ലവണ്ണം പേസ്റ്റ് ചെയ്ത് അതും ചേർക്കുകയാണ്. മിക്സി ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ ചേർത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർക്കാനുണ്ട്. ഉപ്പ് ചേർക്കുകയാണ്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ആ വെള്ളത്തോടു കൂടി ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. കുറച്ച് തിക്കാണിത്. കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വീണ്ടും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുക്കണം. ആദ്യമേ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. നല്ലവണ്ണം ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കുറേശ്ശെയായിട്ട് എണ്ണ തെളിയാൻ തുടങ്ങും. കളറൊക്കെ കുറച്ച് ഡാർക്കാകാൻ തുടങ്ങും. 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. മസാലയൊക്കെ എന്നാൽ ചക്കക്കുരു പിടിച്ചാൽ മാത്രം മതിയേ. കറി കുറച്ചുകൂടെ ഡാർക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ചക്കക്കുരു കുക്കറിൽ നല്ലവണ്ണം വേവിച്ച് തന്നെ എടുക്കണേ. കട്ടിയായിട്ടിരിക്കരുത്. കുറച്ച് സമയം കൂടെ ഒക്കെ ഇരിക്കും തോറും ഇതിന് കുറച്ചുകൂടെ കറിക്ക് ഡാർക്ക് കളറാകും. എണ്ണയൊക്കെ നല്ലവണ്ണം കുറച്ചുകൂടി തെളിയുകയും ചെയ്യും. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന്
സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.